ഞങ്ങളും ഞങ്ങളുടെ അച്ഛനമ്മമാർ അങ്ങനെ ചെയ്തത് കണ്ടുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്തു പോകും. അതുകൊണ്ട് നിങ്ങളും ഞങ്ങളെ കണ്ടിട്ട് നിങ്ങളും അങ്ങനെ ചെയ്യും, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. പക്ഷെ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പരിസരം വൃത്തിയാക്കരുത്, വൃത്തികേടാക്കരുത്. പക്ഷെ മുട്ടായി കവർ മാത്രമല്ല മോനെ, വീട്ടിലെ വേസ്റ്റ് ഇല്ലയോ, ഇതെല്ലാം കൂടെ പ്ലാസ്റ്റിക് കവറിനകത്താക്കി ആരും കാണാതെ അടുത്ത പറമ്പിലോട്ട് എറിയും. അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? സ്കൂട്ടറിനകത്ത് കൊണ്ടുവന്ന് റോഡിലെ ആളില്ലാത്ത സ്ഥലം നോക്കി എറിയും. ഈ ഷംനാറാഫിയൊക്കെ കിടന്ന് ബുദ്ധിമുട്ടുന്നതെന്നറിയോ? ഈ ഓടയെല്ലാം അങ്ങ് ബ്ലോക്ക് ആവും. എങ്ങനെയാണ് ബ്ലോക്ക് ആവുന്നത്? ഈ കിറ്റുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് വേസ്റ്റ് കിറ്റുകളെല്ലാം കൊണ്ടുവന്ന് ഈ ഓടയ്ക്കകത്ത് കൊണ്ടിട്ട് അതങ്ങ് ബ്ലോക്ക് ആക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പല പല വൃത്തികേടുകളും ഗാന്ധിജി പറഞ്ഞതിന് വിപരീതമായി നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ സമൂഹം, നമ്മുടെ പ്രദേശം വൃത്തിയാകും. നമ്മളെക്കാളും പാവപ്പെട്ട രാജ്യങ്ങൾ പോലും അവരുടെ പരിസരം നല്ല വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ശീലമില്ലാതായിപ്പോയി. അപ്പോൾ അതെല്ലാം മാറാൻ വേണ്ടി നമ്മൾ സ്വയം ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ദിനം. അപ്പോൾ ആ ദിനത്തിൽ എല്ലാവരും പരസ്പരം ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അത് എല്ലാവർക്കും മികച്ചൊരു ഗാന്ധി ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗാന്ധി ദിനാഘോഷം നേർന്നുകൊണ്ട് ഇന്ന് മികച്ച വ്യക്തിത്വങ്ങളെ അവിടെ ആദരിക്കുന്നുണ്ട്. അത് ശിവാനന്ദ സാറ് മികച്ചൊരു കർഷകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം ഒരു പൊതുപ്രവർത്തനമായി തന്നെ നിലനിന്നതുകൊണ്ട് ക്ലബ്ബുകളിലെ പ്രവർത്തനങ്ങളുണ്ട്. അതുവഴി കുട്ടികൾക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോഴും എന്നോട്